ഹലോ അസ്സാം വലൈക്കും. ഞാൻ സുൽത്താനയാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാ ആളുകളും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണ്, പ്രത്യേകിച്ച് ഈ യൂട്യൂബ് വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഉപയോഗിക്കുന്നതിൽ കൂടുതൽ കൂടുതൽ ആളുകൾ, അതായത് വീട്ടമ്മമാരൊക്കെ, കുറച്ച് വയസ്സായ ആളുകളൊക്കെ ഈ യൂട്യൂബ് ഉപയോഗിക്കുന്നത് ഞാൻ കാണുന്ന ആളുകളിലൊക്കെ കേട്ടോ. അപ്പോൾ ഇവർ പല ആൾക്കാർക്കും, അറിവില്ലാത്ത ആൾക്കാർ ഈ യൂട്യൂബ് കാരണം ഒരുപാട് അറിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. നല്ലതും ചീത്തയുമായിട്ടുള്ള ഒരുപാട് അറിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാണ് മതപണ്ഡിതന്മാരുടെ പ്രസംഗങ്ങൾ, ക്ലാസ്സുകൾ ഒക്കെ കാണുന്നത്. പ്രസംഗം എന്നത് ഒരു ശബ്ദം മാത്രമായിട്ട് കേൾക്കുന്ന ആളുകളുണ്ട്. ചിലർക്ക് അതിങ്ങനെ കേട്ടാൽ തന്നെ നല്ല ആശ്വാസമായിരിക്കും. ഏതാണെന്നൊന്നും ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ചോദിച്ചവർക്ക് അറിയണ്ടാവില്ല. പക്ഷെ അവരതങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. 1 മണിക്കൂറോ 2 മണിക്കൂറൊക്കെ കേട്ടുകൊണ്ടേയിരിക്കണം. ഡെയിലി കേൾക്കുന്ന ആളുകളുണ്ട്. കേൾക്കണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല, കേൾക്കണമെന്നും ഞാൻ നിർബന്ധം പറയുന്നില്ല. ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് ഓരോന്നും. അപ്പോൾ അവരുടെ ഒരു മൈൻഡ് സെറ്റ് എന്താണ് അവർ വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ, ഈ യൂട്യൂബ് തുറന്നാൽ ഈ ഉസ്താദുമാരുടെ പ്രഭാഷണം മാത്രമേ കേൾക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഇതുവരെ കേട്ടതിൽ വെച്ചിട്ട് ഒരുപാട് കാലാലയങ്ങൾ ഇതൊക്കെ കേൾക്കാനും തുടങ്ങിയിട്ട് ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ, ഏതെങ്കിലും ഒരു പ്രഭാഷണത്തെ കുറച്ച് ഒരു 10 പോയിന്റ്സ് പറഞ്ഞാൽ നിങ്ങൾക്ക് കഴിയുമോ? ഇല്ലല്ലോ. അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയോ? നിങ്ങളത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. കാരണം ഈ ഉസ്താദുമാർ പറയുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഈ മദ്രസയിലും സ്കൂളിലൊന്നും പോകാത്ത ഒരുപാട് ആളുകൾ, ചിലപ്പോൾ 2ാം ക്ലാസ് വരെ അല്ലെങ്കിൽ 4ാം ക്ലാസ് വരെയൊക്കെ പഠിച്ച ആൾക്കാരുണ്ടാവും. ഈ ആൾക്കാരാണ് അധികം ഈ പ്രഭാഷണങ്ങൾ കേൾക്കുന്നത്. ഈ പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ ചിലർ അക്ഷരം മാത്രം പഠിച്ചവരായിരിക്കും, ചിലർ അത്യാവശ്യം കുറച്ച് വായിക്കാനും എഴുതാനും അറിയണവരെ ഉണ്ടാവുക. ഇവർക്ക് ഖുർആൻ, ഹദീസ്, ബുർദ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തലങ്ങളിൽ ഇവർ മുന്നിക്ക് കൊണ്ടുവരും ആളുകളുടെ മുമ്പിലേക്ക്. ഖുർആനിൽ അത് പറഞ്ഞിട്ടുണ്ട്, ഖുർആനിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഈ കേൾക്കുന്ന ആളുകൾ ഖുർആനിൽ അത് പറഞ്ഞിട്ടുണ്ട് എന്നറിയാം, പക്ഷെ എങ്ങനെയാണ് പറഞ്ഞിട്ട്, എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത് എന്നൊന്നും ഇവർക്ക് നേരങ്ങത്തിൽ ഉൾക്കൊള്ളാൻ കഴിയില്ല, അല്ലെങ്കിൽ ഇവർക്ക് മനസ്സിലാവണില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ചട്ടി, കലം, ചട്ടകം, സ്പൂണ് അങ്ങനെയുള്ള പാത്രങ്ങളോടുള്ള മത്സരിക്കുന്ന അതായത് അത് തേക്കുക, മോറുക, അതിൽ വെച്ചുണ്ടാക്കുക, വളമ്പുക, ഇതൊക്കെ ചെയ്യുന്ന ഇവർക്ക് ഹദീസ് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. ഉസ്താദുമാരോട് വിരോധം ഉണ്ടായിട്ട് പറയുന്നതല്ല, അവർക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ അവരുടേതായ ഭാഷയിൽ പറയണം. നിങ്ങൾ ദർസിൽ പോയിരുന്നിട്ട് പഠിച്ചിരുന്നു, ശരിയാണ്. നമ്മൾ ഖുർആൻ ഓതുമ്പോൾ എങ്ങനെയാണ് ഇരിക്കേണ്ടത്? ചിലർ പറയും സജദയുടെ സൂറത്ത് ഓതുമ്പോൾ എങ്ങനെ ഞങ്ങൾ സുജൂദ് ചെയ്യുക, ഞങ്ങൾ ഓതുന്നത് പോലെ ആണ് സുജൂദ് ചെയ്യാൻ പറ്റില്ലല്ലോ, നിസ്കാരത്തിൽ പോലെ അല്ലല്ലോ ഇരിക്കണത് എന്ന്. ഖുർആൻ ഓതുമ്പോൾ അതിൻ്റെതായ ചിട്ടവട്ടങ്ങളുണ്ട്. അതുപോലെ തന്നെ നിസ്കരിക്കുമ്പോഴും അതിൻ്റെതായ ചിട്ടവട്ടത്തിലല്ലേ നിസ്കരിക്കണത്. അതുപോലെ തന്നെയാണ് നമ്മൾ തല മറക്കണം, നമ്മുടെ ഔറത്ത് മറക്കണം, ശരീരഭാഗങ്ങൾ മറക്കേണ്ടത് മറക്കണം, തലമുടിയൊക്കെ നമ്മൾ നന്നായിട്ട് മറച്ചാൽ തന്നെയല്ലേ നമ്മുടെ നിസ്കാരം സ്വീകരിക്കുള്ളൂ. അതുപോലെയാണ് ഖുർആൻ ഓതുമ്പോഴും നമ്മൾ ചെയ്യേണ്ടത്. ചില ആൾക്കാരുണ്ട് തലയുടെ ബാക്ക് സൈഡിൽ മാത്രം ഒരു വട്ടത്തിൽ ഇങ്ങനെ കെട്ടും. ഇങ്ങനെ കെട്ടിട്ട് കാലൊക്കെ തന്നെ മേലൊക്കെ താക്കിയിട്ട് കൈയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കൈയിനെ മുട്ട് വരെ കയറ്റി വെക്കില്ലേ, അങ്ങനെയൊക്കെ കയറ്റി വെച്ചിട്ട് ചെയ്യുന്നത്. കഴുത്തും പിൻകഴുത്തും ഒക്കെ കാണിച്ചിട്ട് ഖുർആൻ ഓതുന്നത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മളൊരാളോട് അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഏറ്റവും വലിയ കുറ്റക്കാരത്തിയായിരിക്കും. പക്ഷേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ചെയ്യണതിന് ഒരു ഫലം വേണ്ടേ? നിങ്ങളൊരു ദിവസത്തിൽ 1 മണിക്കൂർ ഖുർആൻ ഓതിയെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അതിൻ്റെതായ മര്യാദയിലല്ല ചെയ്തിട്ടുള്ളതെങ്കിൽ പിന്നെ എന്താ അതുകൊണ്ടുള്ളൊരു കാര്യമുള്ളത്? ഒരു ദിവസത്തിൽ നിങ്ങൾ ഒരു വരിയെ ഓതിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും അതിൻ്റെതായ രീതിയിൽ ആ ഒരു ചിട്ടവട്ടങ്ങൾ, മര്യാദകൾ പാലിച്ചിട്ടാണ് നിങ്ങൾ ഓതിയിട്ടുള്ളതെങ്കിൽ അതല്ലേ സ്വീകരിക്കുക? നിങ്ങൾ പറയുകയാണ് എനിക്ക് അവിടെ പണിയുണ്ട്, ഇവിടെ പണിയുണ്ട്, ഇത് കഴിഞ്ഞ് ഈ ഖുർആൻ ഓതി കഴിഞ്ഞിട്ട് വേണം എനിക്ക് അവിടെ പോയിട്ട് അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ചെയ്യാം. നിങ്ങൾ എന്തിനാണ്? നിങ്ങളെ കടമാണ് നിർവഹിക്കാൻ വേണ്ടിയിട്ടല്ല ചെയ്യേണ്ടത്. നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ ഖുർആൻ ഓതുകയാണെന്നുണ്ടെങ്കിലും നിസ്കരിക്കുകയാണെന്നുണ്ടെങ്കിലും എന്ത് ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആ ജോലിയിൽ അല്ലെങ്കിൽ ആ ഒരു വിവാദത്തിൽ ആ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിയിൽ നിങ്ങൾക്ക് ആത്മാർത്ഥത വേണം. ഈ ആത്മാർത്ഥത എന്ന് പറയുന്ന സാധനം ഇല്ലാഞ്ഞിട്ടാണ് ഈ ലോകം തന്നെ അങ്ങനെ നശിച്ചു പോയിട്ടുള്ളത്. എനിക്കത് വേണം, എനിക്കത് വേണം, മറ്റേത് വേണം, മറിച്ചത് വേണം, പിടിയും വലിയാണ്. മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ നമുക്ക് മനസ്സാണ് വരില്ല. ഈ മനസ്സ് വരാത്തിടത്തോളം കാലം നമ്മളെങ്ങനെ ശരിയാവുക, അല്ലെങ്കിൽ നമ്മളെങ്ങനെ മുന്നോട്ട് പോവുക, നമ്മളെങ്ങനെ നേരെയാവുക? നേരെയാവാൻ നല്ല പണിയാണ്.
എൻ്റെ അടുത്ത് ഉണ്ടായിട്ടുണ്ട് ഇത് എൻ്റെ കയ്യിലുള്ളത് ഞാനേ എടുക്കുള്ളൂ. നമ്മളിപ്പോൾ ഒരു സമുദ്രത്തിൻ്റെ അടിയിൽ പോയിട്ട് മുങ്ങൽ വിദഗ്ധന്മാരുണ്ട്. അവരടിയിൽ പോയിട്ട് താഴത്ത് പോയി അതൊക്കെ ആ സമുദ്രത്തിൻ്റെ അടിയൊക്കെ കണ്ടു വന്നു. അവരത് ആരോടും പറയാതെ ഇരുന്നു എന്നുണ്ടെങ്കിൽ സമുദ്രത്തിൻ്റെ അടിയിലുള്ളത് എന്താണെന്ന് നമുക്കറിയോ? നമ്മളോട് പറഞ്ഞാലല്ലേ ഉള്ളൂ അറിയാം. അതുപോലെ തന്നെയാണ് നമ്മൾക്ക് കിട്ടുന്ന കാര്യങ്ങൾ, നമ്മൾക്ക് ലഭിക്കുന്ന അറിവുകൾ മറ്റൊരാൾക്കും കൂടി നമ്മൾ കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങൾ മറ്റൊരാൾക്കും കൂടി കൊടുക്കാൻ, നമ്മൾ വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ അത് കൂടുതൽ നമുക്ക് അറിവ് എത്തിക്കുകയേ ചെയ്യുള്ളൂ. കാരണം അവർക്ക് അറിയുന്ന അറിവുകൾ ചിലപ്പോൾ നമുക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല. അവർ നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരും, അല്ലെങ്കിൽ ഇങ്ങോട്ട് കാണിച്ചു തരും. ഇന്ന സ്ഥലത്ത് പോയാൽ ഇന്നത് കിട്ടും, അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്നുള്ളത് അവരുടെ കയ്യിൽ നിന്നൊരു അറിവ് കിട്ടും. നമുക്ക് ചിലപ്പോൾ അത് അറിയാത്ത കാര്യമായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള അറിവുകൾ നിങ്ങൾ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് നേട്ടം മാത്രമേ കിട്ടുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് ആത്മാർത്ഥതയിൽ മാത്രം ചെയ്യാൻ നോക്കുക. ആത്മാർത്ഥതയില്ലാത്ത ഒരു കാര്യവും ഇതുവരെ വിജയിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഇൻ കേസ് എങ്ങനെയെങ്കിലും വിജയിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു തവണയോ 2 തവണയായിരിക്കും. അത് ചിലപ്പോൾ പഠിച്ചവൻ്റെ പരീക്ഷണത്തിന് വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ വിജയിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഈ പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ അവരെന്താ പറയുക, എൻ്റെ ഭാഗ്യം കൊണ്ട് മാത്രമാണ്, ഞാനൊരു ഭാഗ്യമുള്ള ഒരാളാണ്, അതുകൊണ്ട് മാത്രമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് അവർ വലിയ ആളായിട്ട് നിൽക്കും. പഠിച്ചവനോട് നന്ദി പറയാതിരിക്കും. അപ്പോൾ അവർക്ക് തലക്ക് ഇടിവെട്ടായിട്ട പോലെ നമുക്ക് വേറെ വല്ല ഇടിയോ മിന്നലൊക്കെ ഏൽക്കും. അത് വേറെ എന്തെങ്കിലും രൂപത്തിൽ നമുക്ക് നഷ്ടം സംഭവിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ആത്മാർത്ഥത പുലർത്തി കഴിഞ്ഞാൽ ഇപ്പോൾ തീരാവുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കേട്ടോ. പ്രശ്നങ്ങളല്ല, നമ്മൾ വരുത്തി വെക്കുന്ന ഓരോ വിനകളാണ് ഇതൊക്കെ. പ്രശ്നങ്ങളൊന്നും ഒരിക്കലും പറയാൻ കഴിയില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാലാണ് നമ്മൾ പറയും അവിടെ പ്രശ്നമാണ്, ഇവിടെ പ്രശ്നമാണ്, മറ്റൊരു പ്രശ്നമാണ്, അയാൾ പ്രശ്നമാണ്, ഇയാൾ പ്രശ്നമാണ്, അവളങ്ങനെ ഇവളിങ്ങനെ. എന്തിനാണ് പറയുന്നത്? ഇതൊക്കെ നമ്മൾ വരുത്തി വെക്കുന്നതാണ്. പ്രശ്നങ്ങളെ നമ്മൾ വരുത്തി വെക്കുന്നതാണ്. നെഗറ്റീവുകളെ നമ്മൾ വലിച്ചെടുക്കും, പോസിറ്റീവുകളെ നമ്മൾ വലിച്ചെടുക്കാൻ കുറച്ച് പണിയാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ നെഗറ്റീവ് എന്നുള്ള ആ ഒരു ചിന്തയിലേക്ക് പോവാതിരിക്കുക. പോസിറ്റീവ് എന്നുള്ള ചിന്ത മാത്രം. അതിന് നല്ല എന്തെങ്കിലും ഒരു കാര്യമുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമാണ് എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ അത് പോസിറ്റീവായിട്ട് വരും. മറിച്ച് നിങ്ങൾ എന്തൊരു കാര്യത്തിന് പറ്റില്ല എന്ന് വിചാരിച്ച് അത് നെഗറ്റീവായിട്ട് വരും.